തിൻ ലെൻസ് ഫോർമുല. ലെൻസുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് തിൻ ലെൻസ് ഫോർമുല. എന്തൊക്കെ പാരാമീറ്റേഴ്സ് തമ്മിൽ അതൊരു റിലേഷനാണെന്നും കൂടി പറയാം നമുക്ക്. ലെൻസിലെ ഫോക്കൽ ലെങ്ത്തും ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യുവും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് തിൻ ലെൻസ് ഫോർമുല. നമ്മൾ ഇനി തിൻ ലെൻസ് ഫോർമുലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. ആദ്യം നമുക്ക് എന്താണ് എഫ്, എന്താണ് യു, എന്താണ് വി എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ആ ഡെറിവേഷനിലേക്ക് പോകാം. എഫ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്നെനിക്ക് എഴുതാൻ പറ്റും. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ദിസ് ഈസ് ഫോക്കൽ ലെങ്ത്, റൈറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് യു. യു ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം. ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഫ്രം. എല്ലാ ഡിസ്റ്റൻസും ന്യൂ കാർട്ടീഷ്യൻ സയൻസ് സിസ്റ്റം പ്രകാരം ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നാണ്. സോ ഒ ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ഒബ്ജക്റ്റ്. എവിടുന്ന് എങ്ങോട്ട്? ഡിസ്റ്റൻസ് ഫ്രം ഒ. ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കാര്യമായിട്ട് എഴുതിയേക്കാം. ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ ടു ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഒപ്റ്റിക് സെൻറ്റർ ടു ഒബ്ജക്റ്റ്. ഒപ്റ്റിക് സെൻറ്റർ ഓയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത്. എന്താണ് വി എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം. ഡിസ്റ്റൻസ് ഫ്രം എവിടുന്ന്? ഒപ്റ്റിക് സെൻറ്റർ ടു ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ഇമേജ്. എവിടുന്ന് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസാ? ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് വി. നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് റിലേഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. റിലേഷൻസ് അല്ല, ഈ ടേംസ് എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെട്ടു. ഏതൊക്കെ ടേമുകൾ? എഫ്, യു, വി. ഇത് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടു. നമ്മൾ മാറ്റിവെക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം ഇവർ തമ്മിലുള്ള ഒരു ഇക്വേഷണൽ റിലേഷൻഷിപ്പാണ്, ഒരു ഫോർമുലയാണ് എവിടെ പറയുന്നത്? തിൻ ലെൻസ് ഫോർമുലയിൽ നമുക്ക് പറയാൻ പോകുന്നു. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമ്മൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ ഈ ഫിഗറിലേക്ക് വരികയാണ്. എ ബി എന്ന് പറയുന്നത് ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ഇതിൻ്റെ ബിയോണ്ട് ഫോക്കസ് എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചു. പാരലലായിട്ട് ഒരു റേ പോയി, ഫോക്കസിൽ കൂടി കടന്നു പോയി, പാരലലായിട്ട് പോയി, ഫോക്കസിൽ കൂടി കടന്നു പോയി. അടുത്തത് ഒപ്റ്റിക് സെൻറ്ററിലേക്ക് ഒബ്ലിക്കലി വന്ന് വീണു, അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വന്നു, വിത്തൗട്ട് ഡീവിയേഷൻ പാസ് ചെയ്തു. റൈറ്റ്. സോ these two refracted rays are coincide at this point. ഇവിടെയാണ് ഇമേജ് എ ഡാഷ് ബി ഡാഷ് ഫോം ചെയ്തു. നമ്മളെടുത്തു ഒ ഈസ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ, എഫ്, വി, യു ഒക്കെ നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ കൺസിഡറിങ് ടു ട്രയാങ്കിൾസ്, ഐ എം കൺസിഡറിങ് ടു ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് എ ഡാഷ് ബി ഡാഷ് ഒ ആൻഡ് എ ബി ഒ. ഐ എം കൺസിഡറിങ് ടു ട്രയാങ്കിൾസ്. ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് ഒ ആൻഡ് ട്രയാങ്കിൾ എ ബി ഒ. നോക്കുക, രണ്ട് ട്രയാങ്കിളാണ്. ഏതൊക്കെയാന്ന് നോക്കണം. എ ഡാഷ് ബി ഡാഷ് ഒ. സോ ദിസ് റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് എ ബി ഒ അനദർ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഞാൻ പറയാണ്, നോക്കുമ്പോൾ this angle is 90 degree. This angle is 90 degree. This is also 90. These angle and these angle are
ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഓർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ നമുക്കതെന്ത് പറയാം, ഈക്വൽ ആണ്. രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ആംഗിള് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും, നാച്ചുറലി ഈക്വൽ ആയിരിക്കും. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. നമുക്ക് പ്രൂവ് ചെയ്തു ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് ഒ ആൻഡ് ട്രയാങ്കിൾ എ ബി ഒ ആർ സിമിലർ. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചു, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ്. സോ നമുക്ക് എന്ത് പറയാം, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ എങ്ങനെയായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇതിൻ്റെ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഒ ബി ഡാഷ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഒ ബി. അതേപോലെ തന്നെ ഈ ആംഗിളിനോട് ഈക്വൽ, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എ ഡാഷ് ബി ഡാഷ്, അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ആംഗിൾ ദിസ് ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നു എ ബി. സോ ഞാൻ ആദ്യം ഈ രണ്ട് ആംഗിളുകൾ എടുക്കുന്നു. ഇതിൽ ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്രയാണ്, എ ഡാഷ് ബി ഡാഷ് ബൈ അതിനോട് കറസ്പോണ്ടിങ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ദിസ് ആംഗിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈക്വൽ ടു, ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിൾ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ഡാഷ് ബി ഡാഷ്, ഈ ആംഗിളിനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഈ ആംഗിളാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എ ബി. സോ എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി, എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈക്വൽ ടു, അടുത്തത് ഞാൻ ദി ആംഗിൾ എടുക്കുന്നു, ദിസ് ആംഗിൾ, ഈ ആംഗിൾ എടുക്കുന്നു. ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഒ ബി ഡാഷ്, ഒ ബി ഡാഷ് ബൈ അതിനോട് കറസ്പോണ്ടിങ് ഈക്വൽ ആംഗിൾ ദിസ് ആംഗിൾ ഈക്വൽ ടു ഒ ബി, ഒ ബി ഡാഷ് ബൈ ഒ ബി. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. നോട്ട് ചെയ്തു. Then again we are considering another triangle, that is A dash B dash F. This small triangle A dash B dash F triangle, considering triangle A dash B dash F and triangle DOF. അടുത്ത ട്രയാങ്കിൾ ആണ് DOF. DOF എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. നോക്കുമ്പോൾ ദിസ് ആംഗിൾ ഈസ് 90, ദിസ് ഈസ് ഓൾസോ 90. ദീസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് ആംഗിളുകൾ പരസ്പരം ഈക്വൽ ആണ്. സോ തേർഡ് ആംഗിൾ ഓൾവേസ് ഈക്വൽ ആയിരിക്കും, നാച്ചുറലി ഈക്വൽ ആയിരിക്കും. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്, ആർ സിമിലർ. നമുക്കെന്ത് പറയാം, ഈ ട്രയാങ്കിളുകൾ രണ്ടും സിമിലർ ആണ്. സോ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ്, ഈക്വൽ സൈഡിൻ്റെ അല്ല, ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ പ്രൊപ്പോർഷണൽ ആണ്. ഈക്വൽ ആംഗിളിൻ്റെ, സോ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എ ഡാഷ് ബി ഡാഷ് എഴുതാണ്, എ ഡാഷ് ബി ഡാഷ് ബൈ ഇതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ദിസ് വൺ, ഇറ്റ്സ് DO ഈക്വൽ ടു, ഐ എം കൺസിഡറിങ് ദിസ് ആംഗിൾ, എന്നോട് ഓപ്പോസിറ്റ് FB dash by this angle will be equal to this angle. So OF, FB dash by OF, FB dash by OF. FB ഡാഷിനെ എനിക്ക് എന്തെന്ന് എഴുതാം, FB dash OB dash മൈനസ് OF. എനിക്ക് വേണ്ടത് ഇത്രയാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ O തൊട്ട് B ഡാഷ് വരെ മുഴുവൻ എടുത്തു, ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. സോ OB ഡാഷ് മൈനസ് OF ഡിവൈഡഡ് ബൈ OF, നോ ചേഞ്ച്. ദെൻ നമ്മൾ നോക്കുമ്പോൾ DO തന്നെയാണ് AB, കാരണം ദിസ് ലൈൻ ഈസ് പാരലൽ ലൈൻ. സോ DO വിൽ ബി ഈക്വൽ ടു AB. സോ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം, DO ഈക്വൽ ടു AB ആയതുകൊണ്ട്
ഇക്വേഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. എന്തെന്നാക്കാം? എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈക്വൽ ടു ഇനി ഇത് എഴുതിയാൽ മതി, ഒ ബി ഡാഷ് മൈനസ് ഒ എഫ് ബൈ ഒ എഫ്. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. By observing first and second equation, left hand side is same, this side is same, ഈ സൈഡ് സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒ ബി ഡാഷ് ബൈ ഒ ബി ഈക്വൽ ടു ദിസ് വൺ, ഒ ബി ഡാഷ് മൈനസ് ഒ എഫ് ബൈ ഒ എഫ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്ലൈയിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ഒ ബി ഡാഷ് ഇറ്റ്സ് പ്ലസ് വി ബൈ ഒ ബി ഈ സൈഡ് ആയതുകൊണ്ട് മൈനസ് യു ഈക്വൽ ടു ഒ ബി ഡാഷ് പ്ലസ് വി ഒ എഫ് മൈനസ് എഫ്, നോ പ്ലസ് എഫ്, ഓൾറെഡി മൈനസ് ഈ സൈഡ് ആയതുകൊണ്ട് ഇറ്റ്സ് എ പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ ഒ എഫ് പ്ലസ് എഫ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എന്തുണ്ടാവുമെന്ന് നോക്കാം. വി എഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് വി എഫ് equal to v into f equal to minus u into plus v minus uv minus u into minus f minus അപ്പോൾ എന്താ പ്ലസ് യു എഫ് എന്ന് കിട്ടി. then dividing each term with each term with UVF, എല്ലാ ടേമിനെയും UVF കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ ടേമിനെ UVF കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ഞാനത് ഇവിടെ എഴുതുകയാണ്. ഡിവൈഡിങ് ഈച്ച് ടേം വിത്ത് UVF. സോ VF ഡിവൈഡഡ് ബൈ UVF ഈക്വൽ ടു minus UV divided by UVF plus UF divided by UVF. Each and every term dividing with the UVF. So 1 by U, this term cancel out. 1 by U equal to minus 1 by F plus 1 by V. By rearranging 1 by F equal to 1 by V minus 1 by U. This is thin lens formula. എന്ത് ചെയ്തു? ഈ മൈനസ് ടേമിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 1 by F ഈക്വൽ ടു ഈ ടേം ഓൾറെഡി ഇവിടെ ഉണ്ട് 1 by V. ദിസ് ടേം ഇപ്പുറത്ത് 1 by V minus 1 by U. This is thin lens formula. It's a relation between F, U, V, right? This is all about thin lens formula.